ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ നബിദിനത്തിന് ഡ്രീം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ബോക്സുകളാണ് കേട്ടോ. ബാലൻസ് അല്ല, കാലിയായിട്ടുള്ള ബോക്സുകളാണ് കേട്ടോ. ക്രീമിൻ്റെ ഒരു 10-12ഓളം ബോക്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ 1.5 kg മിൽക്കി ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡും പിന്നെ ചോക്കോ ചിപ്സും, വൈറ്റ് ചോക്കോ ചിപ്സും, അതുപോലെ തന്നെ നമ്മൾ പ്രളയൻസ് ചെയ്യില്ലേ അതും, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടിട്ടാണ് ലെയറിൽ കൊടുത്തിട്ടുള്ളത്. മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്ത്, മിൽക്കും മിൽക്ക് മെയ്ഡും കൂടിയിട്ട് സിറപ്പാക്കിയിട്ടാണ് കേട്ടോ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്രം കോട്ട് ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ക്രീമായിട്ടാണ് കേട്ടോ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത്. കസ്റ്റമറിന് അങ്ങനെ ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ സ്ക്വയർ കേക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിന് ഷാർപ്പഡ്ജൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഓൾറെഡി ഇത് ചെയ്ത് കൊടുത്തിട്ട് വേണം മക്കളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് അപ്പോൾ വേഗം തന്നെ രാവിലെ ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 മണിക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇത് ഡ്രിപ്പ് ചെയ്ത പോലത്തെ ഡിസൈനാണ് ചെയ്തത്. പക്ഷെ അത് മൊത്തം ഒലിച്ചിറങ്ങിയ പോലെ ആയി. പിന്നെ അത് മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് സ്പൂൺ വെച്ചിട്ട്. നമ്മൾ ഈ പാലൻ നൈഫിൻ്റെ അറ്റം കൊണ്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു ഡിസൈനാണ് കൊടുത്തത്. പക്ഷേ അതും ഒലിച്ചിറങ്ങിയിട്ടാണ്. പിന്നെ അതാ സൈഡിൽ ഒരു നോസിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഫൗണ്ടനിൽ നെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ തന്നെ കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ അടുത്തേക്കുള്ള ഒരു കേക്കിൻ്റെ ആയിരുന്നു. അങ്ങനെ കൊണ്ടുകൊടുത്തതിന് ശേഷം പിന്നെ മീറ്റിങ്ങിനൊക്കെ പോയിട്ടാണ്. പിന്നെ അടുത്ത വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഗോൾഡ് എടുക്കാനായിട്ട് ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് പോവാണ് കേട്ടോ. പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ നിർത്തിയിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു പിന്നെ കേട്ടോ. അപ്പോൾ വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഹാമ്പേഴ്സൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സും അതിൻ്റെ ബോക്സുകളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് സെലക്ട് ചെയ്യണം അതിൻ്റെ തിരക്കിൽ. പിന്നെ ഇതിപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ അടുത്ത വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു ട്രേ സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നട്ട്സിൻ്റെ ഹാമ്പറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം 100 വെച്ചിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നട്ട്സൊക്കെ സെപ്പറേറ്റ്. പിന്നെ അത് ഇതുപോലെ ഓരോ കളിയിലാക്കിയിട്ട് നിറച്ച് കൊടുത്തിട്ട് പിന്നെ ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് എന്ന് പറയുന്നത് ആ ഒരു ട്രേ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഓർമ്മ വന്നത്. അപ്പോൾ മൊത്തത്തിലൊരു വീഡിയോ എടുക്കുകയാണ്. പിന്നെ ചോക്ലേറ്റ് ഹാമ്പറിനായിട്ടുള്ള ചോക്ലേറ്റ്സ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് ഒറ്റയ്ക്ക് അത് റാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ക്ലീൻ റാപ്പ് വെച്ചിട്ട് മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരാൾ പിടിച്ചിട്ട് വേണം ഒരാളത് ചിറ്റാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്ക് തന്നെ പറ്റില്ല കേട്ടോ. പിന്നെ മക്കളല്ലേ കൂടെ ഉള്ളത്, അപ്പോൾ അവനോടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇക്ക വരുന്ന ടൈം കൊണ്ട് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നട്ട്സിൻ്റെ ട്രേ ഇതുപോലെ നമ്മുടെ നെറ്റ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കെട്ടാനായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു നോക്കുമ്പോൾ അതിൻ്റെ റബ്ബർ ബാൻഡും ഇല്ല കേട്ടോ. റബ്ബർ ബാൻഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ച്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പർ തന്നെ വീണ്ടും എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വെച്ചാലും ഒന്നുകൂടെ സെറ്റായി കിട്ടണില്ല കേട്ടോ. പിന്നെ അതിനും പറഞ്ഞ പോലെ ഒരാൾ കൂടെ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അത് സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ട്രേ പിടിക്കാനോ ഒരാൾ ചിറ്റാനായിട്ട് നിൽക്കണം. അപ്പോൾ പിന്നെ അതുമാണ് മാറ്റി വെച്ചിട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വേറൊരു ട്രേ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മെറ്റാലിക് ടൈപ്പിലുള്ള ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ അത് ഫോൺ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ട്രേ ആണ്. അത് മേടിച്ച് പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് പിന്നെ ബോധം വന്നത് സ്ക്വയർ ടൈപ്പിൽ മേടിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം ഇതിൽ എങ്ങനെ വെച്ചാലും ഫോൺ ഇരിക്കാത്തൊരു അവസ്ഥയിലായി. പിന്നെ അത് മേടിക്കണ ടൈമിൽ അതൊന്നും ആലോചിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ ഗോൾഡ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരുന്ന വഴിക്കാണ് ഇപ്പോൾ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദർ മേടിച്ചാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റിന് കൊടുക്കാനായിട്ട്. അപ്പോൾ മേടിച്ച ആ ടൈമിൽ എനിക്ക് വണ്ടി വെച്ചിട്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് തന്ന്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നാളെ വരുമ്പോൾ കൊടുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടാ. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു ഫോണ്. പക്ഷേ ഷോപ്പിൽ വെച്ചിട്ട് നോക്കിയാൽ മതിയായിരുന്നു അതിൽ പാകം ഉണ്ടാകുന്നുള്ളത്, എന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ആ ഒരു ബോധം പോയില്ല കേട്ടോ. ആ ട്രേയുടെ ഒരു ഭംഗിയാണ്ടപ്പോൾ പിന്നെ അതങ്ങനെ മേടിച്ചിട്ടാണ് പോരുകയാണ് ചെയ്ത്. വീട്ടിലെത്തിയിട്ട് പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടി. അപ്പോൾ തന്നെ ഓൾറെഡി ടൈം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇക്ക നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുന്നപ്പോൾ അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോൾ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇക്കയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അതാ ക്ലീൻ റാപ്പൊക്കെ ഞങ്ങൾ ചിറ്റുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വർക്കൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും ഇക്കാനാണ് കേട്ടോ ഏൽപ്പിക്കൽ. എനിക്ക്
ഈ വക പരിപാടികൾ താല്പര്യമില്ലാതല്ല, പക്ഷേ എനിക്കെന്തോ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാൻ അത്ര പെർഫെക്ഷനായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇക്ക ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. എന്നാലും ഞാൻ കൂടെ ഇരുന്നിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കയും ഇതുപോലെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഫോൺ വെച്ച് നോക്കാണ്ട് എങ്ങനെ വെച്ചാലും അതുകൊണ്ട് സെറ്റായിട്ട് കിട്ടണില്ല. പിന്നെ ആ ഒരു ട്രൈ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അത് എടുത്ത് വെച്ചു, പിന്നെ അങ്ങനെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ അത് എണിച്ചിട്ട് മക്കളൊക്കെ മദ്രസയിൽ പോയതിൻ്റെ ശേഷം പിന്നെ അടുത്ത പരിപാടി നോക്കുകയാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സേവ് ദ ഡേറ്റിൻ്റെ പ്രിൻ്റൊക്കെ ഇതാ വെട്ടി വന്ന് നോക്കുമ്പോൾ ആകെ ഒരുമാതിരി ഷേപ്പിലായിപ്പോയി. ഞാനൊരു സ്ക്വയർ ടൈപ്പിൽ പ്രിൻ്റ് എടുക്കാനായിരുന്നു ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്ത് വന്ന് വെട്ടി നോക്കുമ്പോൾ അതാ ഒക്കെ ഓവൽ ഷേപ്പിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ അതാ വീണ്ടും ഫോണിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നാളെയാണ് എൻഗേജ്മെൻറ്റ്, ഇന്നാണ് ഇപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. രാവിലെ ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാനിതുവരെ പോയിട്ടില്ല വീട്ടിലേക്ക്. ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്യണതിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ തലേന്ന് രാത്രി ആ ഒരു നട്ട്സിൻ്റെ ഹാമ്പറും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പറും മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഹാമ്പറും ഇനി ഒരു ബൊക്കെ കൂടി സെറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇക്ക പിന്നെ കുറച്ച് ടൈമൊക്കെ കുറേ ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് വെച്ചിട്ട് നോക്കിയിട്ട്, കാരണം മേടിച്ച ഫ്ലവേഴ്സ് പിന്നെ തികയാണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. ബൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതിനുള്ള ഫ്ലവറും പിന്നെ കുറച്ച് ഒരു 5-6 ഫ്ലവർ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഓർമ്മക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു തൽക്കാലം അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇനി അധികം ലേറ്റ് ആവുകയാണെന്ന് വെച്ച് ഞാൻ ബസ്സിന് പോയിക്കൊണ്ട് ബുക്ക് ഹാമ്പറൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഹാമ്പറൊക്കെ അതുപോലെ നെറ്റൊക്കെ വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോണ ടൈം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ എല്ലാ ഹാമ്പേഴ്സും അതുപോലെ നെറ്റൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. പിന്നെ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ. പിന്നെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം പിന്നെ അത് ചെയ്യാനായിട്ട്. പിന്നെ ബ്രദറിനാണെങ്കിൽ പെട്ടെന്ന് പെണ്ണ് ശരിയായതാണ് കേട്ടോ. എൻഗേജ്മെൻറ്റും എല്ലാം കൂടിയിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി പർച്ചേസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള സാധനങ്ങളൊന്നും ഇനി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഇനി അതും കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനായിട്ടിട്ടാ. അപ്പോൾ പിന്നെ പോണേൻ്റെ ഉള്ളിൽ തന്നെ വേഗം ഇതൊക്കെ സെറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൊക്കയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നട്ട്സിൻ്റെ ട്രേയും ചോക്ലേറ്റിൻ്റെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഹാമ്പർ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു നീ കുട്ടികളായിട്ട് പോയിക്കോ, ഞാൻ പിന്നെ അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തിൽ ഞാനങ്ങനെ പോകാട്ടോ. അപ്പോൾ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി എടുത്തിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ പോയിട്ടാണ് ബസ്സിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ അത് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ടൈം ഞാൻ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തി പിന്നെ മിക്കതും വെറുതെ ഇരിക്കാനാണല്ലോ ശ്രമിക്കാറ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, ടി വി ആണ്, ഇതൊക്കെ തന്നെയല്ല എല്ലാവരും പരിപാടി. അപ്പോൾ അന്ന് വൈകിട്ടൊക്കെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് പാമ്പും കോണിയൊക്കെ കളിക്കണം. അങ്ങനെ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹാമ്പേഴ്സിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി നമ്മൾ ഇതാ പെണ്ണീൻ്റെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒരു വണ്ടിയിലാണ് കേട്ടോ. നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ടൊന്ന് തകർക്കാനായിട്ട് ഒരു വണ്ടിയിലാണ് ഞങ്ങളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത്. 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പെണ്ണിൻ്റെ വീട് ചാലിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോണത്. ഞങ്ങളുടെ വീട് വടക്കാഞ്ചേരിയാണ്. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇതാ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്കൂളും മദർസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിൽക്കാനൊന്നും സമാധാനമില്ല. അപ്പോൾ വൈകിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം തന്നെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കാനായിട്ട് നിന്ന് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വന്ന സമയത്ത് തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. സ്പഞ്ച് റെഡിയാക്കിയാൽ പിന്നെ നമുക്ക് സൗകര്യം പോലെ ഐസിങ്ങൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഇതാ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഐസിങ്ങൊക്കെ ചെയ്യണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തീരെ വയ്യ കേട്ടോ. അന്ന് നന്നായിട്ട് തന്നെ തകർത്തുകൊണ്ട് അന്ന് തീരെ വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഇത് രാവിലെ കൊടുക്കാനുള്ള കേക്കായതുകൊണ്ട് ഒന്ന് ക്രം കോട്ടെങ്കിലും ചെയ്ത് വെക്കണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഡിസൈനൊക്കെ രാവിലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. കുറച്ച് ടോളായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത്. ഒരു യൂണിക്കോൺ തീമിലുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേഗം തന്നെ കിടന്നിട്ടാ. പിന്നെ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഫൈനൽ ഐസിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ സൈഡൊന്ന് ചെരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ചെരിഞ്ഞ ഭാഗമൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഫൈനൽ ഐസിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ലൈറ്റായിട്ടൊരു പിങ്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴ്ഭാഗത്ത് മാത്രം ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മുകളിലായിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫോണ്ടനിൽ നെയിമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു യൂണിക്കോൺ തീമുള്ള കേക്കായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാനുള്ള പ്രിൻ്റായിരുന്നു. അതുപോലെ നമ്പർ 2 എന്നുള്ളതും കൂടിയും പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് മുകളിൽ ടോപ്പർ പോലെ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ പ്രിൻ്റൊക്കെ കട്ട് ചെയ്തിട്ട് കേക്ക് എടുത്തിട്ട് അതിലൊക്കെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ 2-3 ബട്ടർഫ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോണ്ടനിൽ നെയിം എഴുതിയത് താഴ്ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തന്നെയാണ് കേട്ടോ അതൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് വന്നിട്ട് അക്കിക്കാവ് കോട്ടോയിൽക്ക് കൊടുക്കാനുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താഴെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.